ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒക്ടോബർ 23, 24, 25 തീയതികളിലായിട്ട് മൗണ്ട് സീന ക്യാമ്പസിൽ വെച്ചിട്ട് ഒരു മെഗാ പുസ്തകമേള നടത്തിയിരുന്നു. ലിറ്ററേച്ചർ ഗാല എന്നായിരുന്നു പുസ്തകമേളയുടെ പേരിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 3 ദിവസത്തെ ഒരു മേളയാണ് നമ്മൾ സംഘടിപ്പിച്ചത്. ഏകദേശം 33ഓളം പ്രസാധകർ ആവേശോജ്വലമായിട്ട് ഈ ഒരു മേളയിൽ പങ്കെടുത്തിരുന്നു. അതായത് DC ബുക്സ്, HNC, IPH ബുക്സ്, മാതൃഭൂമി ബുക്സ് ഇവരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ആളുകളെന്ന് പറയുന്നത്. അപ്പോൾ വളരെ നല്ലൊരു സ്വീകരണം തന്നെയാണ് കുട്ടികളുടെയും പാരൻസിൻ്റെയും നാട്ടുകാരുടെ ഇടയിലൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല സ്കൂളുകളും കോളേജുകളിലൊക്കെ അറിയിപ്പ് കൊടുക്കുകയും എല്ലാവരും കുട്ടികളുമായിട്ട് വന്നെത്തിയിട്ട് അവർക്കിതെല്ലാ ബുക്സ് കാണാനും അതേപോലെ വാങ്ങാനും ഒക്കെ ഒരു അവസരമാണ് ഒരുക്കിയത്. പുറമേയുള്ള ആളുകൾക്ക് നമ്മൾ വൈകുന്നേരങ്ങളിൽ 4 മണി മുതൽ 8 മണി വരെയാണ് അതിനുള്ള സമയം അനുവദിച്ചിരുന്നത്. നല്ല ഒരു തിരക്കോട് കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. പിന്നെ അത് മാത്രമല്ല 3 ദിവസമാണ് കണ്ടക്ട് ചെയ്തെങ്കിലും ആളുകളുടെ അഭ്യർത്ഥന മാനിച്ച് നമുക്ക് 4ാം ദിവസം കൂടി ഇത് തുടരേണ്ടതായിട്ട് വന്നു. അപ്പോൾ ജസ്റ്റ് അതിലുള്ള കുറച്ച് കാര്യങ്ങളും വീഡിയോസൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. മുഴുവനായിട്ടൊന്നും ക്ലിപ്സ് ഇല്ല, എങ്കിലും കുറച്ച് കിട്ടിയത് മാത്രം ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് VK ശ്രീകണ്ഠനായിരുന്നു ഉദ്ഘാടനം. അധ്യക്ഷൻ KT ഹുസൈൻ ആയിരുന്നു. അതേപോലെ അന്നത്തെ നമ്മുടെ മുഖ്യാതിഥി പ്രശസ്തനായ എഴുത്തുകാരൻ P സുരേന്ദ്രൻ. അപ്പോൾ ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കാര്യപരിപാടിയിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ MP എന്തോ തിരക്ക് കാരണം വരാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. എന്നാലും നല്ല രീതിയിൽ തന്നെ എൻ്റെ ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം KP രാമനുണ്ണി ആയിരുന്നു സാഹിത്യ കലാ അക്കാദമി മെമ്പർ. ഉദ്ഘാടനം അതുപോലെ തന്നെ മാനേജിങ് എഡിറ്റർ മീഡിയ വണ്ട് ശ്രീ ദാവൂദ് ഉണ്ടായിരുന്നു. പിന്നെ സാഹിത്യകാരൻ പയ്യനടം KPS പയ്യനടം ഉണ്ടായിരുന്നു. ആൻഡ് ശ്രീമതി P റുക്സാന എഡിറ്റർ ആരാമത്തിൻ്റെ. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് കലാപരിപാടികളൊക്കെ ഇടയിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സമാപന സമ്മേളനത്തിൽ കൂട്ടിൽ മുഹമ്മദ് അലി ചെയർമാൻ IPHൻ്റെ ഉണ്ടായിരുന്നു. അതുപോലെ രാജേഷ് കുഞ്ചൻ സ്മാരകം അവർകളും അതേപോലെ കുമാരി അർച്ചന 14ാം ഫെയിം അവരൊക്കെയായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ് കേട്ടോ, എന്താണ് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ എന്നതിനെക്കുറിച്ച്. അപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് കുട്ടികളെ ഓരോ ബാച്ചുകളായിട്ട് ഈ ഒരു പ്രദർശനത്തിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ബാച്ചായിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെയും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ, കാരണം ഓരോ ബസ്സുകളായിട്ട് ഓരോ ഗ്രൂപ്പിനെ കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പോർട്ടിക്കോയിൽ ഞങ്ങളുടെ ബസ്സിനെയും വെയിറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അതിനിടയിൽ തന്നെ പല കുസൃതികളും ഒക്കെ നിങ്ങൾക്ക് കാണാം വീഡിയോസിൽ. അതിൽ കുറേ പേര് വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഹെൽമെറ്റ് താഴെ പൊട്ടിച്ചിട്ടും വീണിട്ടും ഒക്കെയുള്ള കുസൃതികളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബസ് വന്നു, ഞങ്ങളെല്ലാവരും കയറുകയാണ്. അപ്പോൾ ഇനി കുറച്ച് പാട്ടും മേളമൊക്കെ വളരെ അടുത്ത് തന്നെയാണ് നമ്മുടെ ക്യാമ്പസിൽ നിന്ന്. മൗണ്ട് സീന സ്കൂൾ വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വളരെ ആവേശത്തിലാണ്, പഠിക്കണ്ടല്ലോ, വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു യാത്രയാണ്. എല്ലാവരും അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തിട്ട് യാത്ര ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ നമ്മുടെ മൗണ്ട് സീനയുടെ ക്യാമ്പസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി. അവിടുത്തെ ഒരു കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ 6 ദിവസത്തെ FTP നടക്കുമ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, പുസ്തകമേള. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ ബുക്ക് ഫെയറിൻ്റെ ആ ഒരു ബാനറൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വല്ലാതെ തിരക്ക് നമുക്ക് ഫീൽ ചെയ്തില്ല, കാരണം ഓരോരുത്തർക്ക് ടൈം അലോട്ട് ചെയ്തുകൊണ്ട് വല്ലാതെ നമുക്കൊരു തിരക്ക് ഉള്ളൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് മാത്രമായിട്ട് തന്നെ ആ ഒരു ടൈം അലോ ചെയ്തുകൊണ്ട് വളരെ സുഖമായി തന്നെ നമുക്ക് എല്ലാ ബുക്സും നന്നായിട്ട് ഓരോന്നായിട്ട് കാണാനും നോക്കാനും വാങ്ങാനും ഒക്കെ ഒരു അവസരം നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതിലെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഇതിനുള്ളത്. ഏതൊക്കെ തരത്തിലുള്ള ബുക്കുകളുണ്ട് മുഴുവനായിട്ടൊന്നും നല്ല രീതിയിൽ കവർ ചെയ്തിട്ടില്ല, എങ്കിലും അവിടെ കണ്ടപ്പോൾ നല്ല രീതിയിൽ അടുക്കി വെച്ചിരുന്ന കുറേ ബുക്സ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അതായത് നമുക്ക് ഏകദേശം ഒരു 2.5-3 വയസ്സ് മുതലുള്ള കുട്ടികൾ മുതലുള്ള അങ്ങോട്ടേക്ക് പ്രായത്തിലുള്ള എല്ലാ ആളുകൾക്കും പറ്റുന്ന രീതിയിലായിരുന്നു കേട്ടോ അതിലത്തെ ബുക്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ കുട്ടികൾക്ക്, അതായത് ചിത്രം വരയ്ക്കുന്ന ആ ഒരു ടൈപ്പ് പ്രായം മുതലുള്ള കുട്ടികൾക്ക് മുതലുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ
ഒരുപാട് അവരുടെ തന്നെ സ്കൂളിലെ കുട്ടികളും പലരും ഇടയിൽ വന്നു പോയി കഴിഞ്ഞാൽ വോളണ്ടിയർമാരുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മേള നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഓരോ ടീച്ചേഴ്സിനും ഇൻചാർജുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അത് നല്ല ഭംഗിയായി തന്നെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മക്കളിങ്ങനെ പോയിട്ട് എല്ലാ ബുക്സൊക്കെ നോക്കി അവർ മൊത്തത്തിലൊന്ന് ഓടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ ടേസ്റ്റിനും പ്രിഫറൻസിനും അനുസരിച്ചൊക്കെ ബുക്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഇത്രയും ബുക്കുകൾ നമുക്ക് ഒരുമിച്ച് കാണുക എന്ന് പറയുമ്പം അത് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ ബുക്സിനെ കുറിച്ച് അറിയാൻ പറ്റി, കുറേ എഴുത്തുകാരെക്കുറിച്ച് നമുക്കറിയാൻ പറ്റി. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളും കൂടിയിട്ട് നമുക്കതിലൂടെ കിട്ടി എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ രസമായി തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയാണ് ബുക്സ് ഏതൊക്കെ എങ്ങനെയൊക്കെ സോർട്ട് ചെയ്ത് വെക്കണം എന്നുള്ളത് ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ അവർ അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ ഞങ്ങൾ 3 ദിവസമാണെങ്കിലും ഞങ്ങൾക്ക് മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ദിവസം ഏകദേശം സമാപന സമ്മേളനമൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ വെച്ചാണ് അനൗൺസ് ചെയ്തത് തിരക്ക് കാരണം പിറ്റേ ദിവസത്തേക്കും കൂടിയിട്ട് അത് നീട്ടി വെച്ചിട്ടുള്ള വിവരമൊക്കെ കിട്ടിയത്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് ഡേ ആണെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയ സമയത്ത് അവിടെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഒരുപാട് ലേറ്റ് ആവുന്നതുകൊണ്ട് കുറച്ച് നേരം മാത്രമേ ഞങ്ങളൊക്കെ ഇരുന്നുള്ളൂ. അപ്പോൾ ആ ഉള്ള നേരത്തെ കുറച്ച് വിഷ്വൽസ് മാത്രമാണ് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബുക്സുകളും ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ. അങ്ങനെ നമ്മുടെ കുട്ടികൾ ബുക്സൊക്കെ ഇങ്ങനെ നോക്കി നോക്കി അപ്പോൾ അതിൽ മാക്സിമം ഉള്ള ബുക്സൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്.
ഇവിടെ എത്തിയ സമയത്ത് വളരെ കൗതുകം തോന്നിയ ഒരു ബുക്കാണ്. ഇത് ഡയറിയാണ് കേട്ടോ. പക്ഷെ നല്ല രസമായിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ, നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനൊക്കെ പറ്റുന്ന പോലെ തന്നെയാണ്. നമുക്ക് ഡയറി എഴുതുന്ന ആളുകൾക്ക് ഇത് നോട്ട് പുസ്തകം പോലെയൊക്കെ യൂസ് ചെയ്യാം. ഇത് രണ്ടെണ്ണം നല്ല രസമായി തോന്നി. അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ചൊന്ന് എടുത്ത് കാണിക്കുന്നത്. അതിൻ്റെ മോൾ ഭാഗമൊക്കെ ആ ഒരു ചിത്രങ്ങളും ഒക്കെ നല്ല ഭംഗിയായി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ പ്രോഗ്രാമിൻ്റെ വൈൻഡപ്പ് സ്റ്റേജിലേക്ക് വരികയാണ്. അതിൻ്റെ ബില്ലിംഗ് സെക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പുസ്തകം എല്ലാം നോക്കിയതിന് ശേഷം ഇവിടെ ബില്ല് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അന്നത്തെ ദിവസത്തെ പ്രോഗ്രാം ഏകദേശം ഒരു 4:30 മണിയോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പരിപാടിയുടെ ഉദ്ഘാടകൻ ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി സർ, നമ്മുടെ പരിപാടിയുടെ മുഖ്യാതിഥി രാജേഷ് സർ, പരിപാടിയുടെ അധ്യക്ഷൻ കളത്തിൽ ഫാറൂഖ് സർ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലോകരക്ഷിതാവായ നാഥൻ്റെ എല്ലാവിധ കാരുണ്യവും അനുഗ്രഹവും നാം ഏവരിലും വർഷിക്കുമാറാകട്ടെ. എല്ലാവരും ഈ യുഗത്തിൽ ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ വായനാശീലം നന്നേ കുറഞ്ഞിരിക്കുന്നു എന്ന്. ഓരോരുത്തരുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ പോകുന്ന സമയത്ത് എല്ലാവരും പരസ്പരം പങ്കുവെക്കുന്നതാണത്. ഞാൻ പണ്ടത്തെ പോലെയല്ല. ഏറ്റവും വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നടക്കേണ്ട വായനയാണ്. അതെന്താണെന്ന് വെച്ചാൽ പഠിച്ച് പരീക്ഷ പാസ്സാകാനുള്ള ഒരു വായനയാണ്. മിടുക്കന്മാരായ നമ്മുടെ കുട്ടികൾ വളരെ അഗ്രഗണ്യന്മാരാണ്. അതിൽ നമ്മുടെ അധ്യാപകർ അവരെ പഠിപ്പിക്കുന്നതിൽ വളരെയധികം ഉത്സുകരാണ്. വായിച്ച് പഠിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാകാനുള്ള വായന.